ഷാഫി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നതിന് മുൻപും ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. മത്സരശേഷവും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതേ രീതി തന്നെയാണ് രമേശ് പിഷാരടിയും പിന്തുടരുന്നത്. തന്റെ കന്നി അംഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പറയുന്ന രാഷ്ട്രീയ ആചാര്യനായിട്ട് ഉമ്മൻചാണ്ടിയെ തന്നെ ആയിരിക്കും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പോയി കല്ലറയിലേക്ക് ഒരു പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സജീവമായി പാലക്കാടാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടേക്കാണെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഉമ്മൻചാണ്ടി ഈ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിനകത്തിലെ പുതിയ ഒരാളെന്ന രീതിയിലായിരിക്കും രമേശ് പിഷാരടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പിഷാരടിക്കുള്ള സാഹചര്യം ഇതിനു മുൻപ് കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ധർമ്മജനുണ്ടായ ഒരു തോൽവിയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രവർത്തകർ ഒപ്പം നിന്നില്ല. അത് ധർമ്മജൻ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിഷാരടിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്നുള്ളൊരു ഭയമില്ല. കാരണം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഷാഫിയുടെ നോമിനേഷനിലാണ് പിഷാരടി വരുന്നത്. അപ്പോൾ ഷാഫിയെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകർ, തീർച്ചയായും രാഹുലിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർ, അവർ പിഷാരടിക്ക് വേണ്ടിയോ വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്.